മദ്യപാനം നടത്തുന്ന ആളുണ്ടല്ലോ, അവർക്ക് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗമില്ല എന്ന് പറയുമ്പോ ലഹരി ഉപയോഗിക്കുന്ന എത്രയോ ആളുകളെയാണ് പടച്ചവനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളെ വരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. സ്വന്തം വാപ്പാരെ വരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. സ്വന്തം സഹോദരനെ വരെ പടച്ചവനെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാലഘട്ടമാണ്. പഠിച്ചവനെ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നിട്ട് പഠിച്ചവനെ ഒരു പൊടിയും കയ്യെ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന വീഡിയോ എല്ലാവരും കണ്ടിരുന്നല്ലോ. ഉസ്താദേ, പഠിച്ചവനെ ഞങ്ങൾ സഹിക്കാൻ കഴിയാത്ത നിലയിലാണെന്ന് എത്രയോ യുവമാരാണ് പഠിച്ചറബേ പൊട്ടിക്കരഞ്ഞിട്ട് പറയാറുള്ളത്. അല്ലാഹുവേ, പഠിച്ചറബേ, കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ അല്ലാഹുവേ ഒരു പ്രിയപ്പെട്ട ഉമ്മ പൊന്നുമോനെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന വീഡിയോ പോയത്. പൊന്നുമോന് 21 വയസ്സേ പ്രായമുള്ളൂ, വെറും 21 വയസ്സേ പ്രായമുള്ളൂ. പഠിച്ചവനെ ഹാഫിളാകാ പഠിച്ച പൊന്നുമോനാ. പടച്ചറബേ, പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ കാര്യങ്ങൾ ഓതുന്നത് കേൾക്കുമ്പോൾ അല്ലാഹുവേ ഖുർആൻ എടുത്തിട്ട് പറയുമത്രേ, എനിക്കും ഇതുപോലെ എനിക്കും ഇതുപോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിൽ നല്ല വെള്ളം പരിശുദ്ധമായ ഖുർആനിനെ ഇഷ്ടപ്പെട്ടിരുന്ന പൊന്നുമോനായിരുന്നു. പഠിച്ചവനെ ഹിഫ്ള് പഠിക്കാൻ പോയ പൊന്നുമോനായിരുന്നു. അല്ലാഹ്, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പഠിച്ചറബേ കൊറോണ കടന്നു വന്നത്. അല്ലാഹുവേ, കൊറോണ വന്നതോടുകൂടി എല്ലാ മേഖലകളും തകർന്നു പോയല്ലോ, എല്ലാ മേഖലകളും തകർന്നു പോയല്ലോ. പഠിച്ചറബേ, അങ്ങനെ വളർന്നു വലുതായി പൊന്നുമോനുണ്ടല്ലോ. അല്ലാഹുവേ, പണിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അല്ലാഹ് ഇറങ്ങുകയാ. കഷ്ടപ്പാടോടുകൂടി കടന്നു പോകുന്ന കുടുംബമാണ്, വല്ലാതെ പ്രയാസത്തോടുകൂടി കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. പഠിച്ചറബേ, പ്രിയപ്പെട്ട ഉമ്മാക്ക് അല്ലാഹ് അവിടെ താങ്ങും തണലുമായിട്ട് പൊന്നുപോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റബ്ബേ, പഠിച്ചവനെ എല്ലാവരും പറയുമത്രേ, ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, നിന്റെ പൊന്നുമോനെ ഒരു ശീലമുണ്ടല്ലോ, നീ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ പഠിച്ചവനെ ആ ഉമ്മ പറയുകയാണ്, എന്റെ പൊന്നു മകനല്ലേ, ഞാൻ എങ്ങനെയാണത് വിശ്വസിക്കുന്നത്? എനിക്ക് വിശ്വാസമായില്ല, എനിക്ക് വിശ്വാസമായില്ല. പഠിച്ചറബേ, അങ്ങനെ ദിവസങ്ങൾ കടന്നു. പൊന്നുമോന് പഠിച്ചവനെ വെളുക്കിക്കൊണ്ട് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുന്നത് വൈകിട്ടാണ്. ഇരുട്ടിനോട് വല്ലാത്ത താല്പര്യമാണ്. പഠിച്ചറബേ, ശബ്ദങ്ങൾ കേട്ടാ ദേഷ്യം വരികയാണ്, എന്നോട് ദേഷ്യപ്പെടുകയാണ്. അല്ലാഹുവേ, പഠിച്ചറബേ, അങ്ങനത്തെ ചില ലക്ഷണങ്ങൾ കണ്ടപ്പോ പഠിച്ചവനെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. അല്ലാഹ്, അവന്റെ കയ്യിൽ നിന്ന് ഇന്ന് മാരകമായ പഠിച്ചറബേ വിഷങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ആ പൊന്നുകുമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, പഠിച്ചവനെ, ഒരു മാക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, ഒരു മകന്റെ അടുത്ത് നിന്ന് ഒരിക്കലും തന്നെ ലഭിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടല്ലോ. എന്റെ പൊന്നുമോന്റെ അടുത്ത് നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? പബ്ലിക്കായിട്ട് ആ വിഷയം പറയാൻ എനിക്ക് പേടിയാണ്, എനിക്ക് മടിയാണ്, പറയാൻ കഴിയില്ലല്ലോ. ലഹരി അടിച്ചടി പൊന്നുമോന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മയാരാണ്, പെങ്ങളാരാണ്, പഠിച്ചവനെ മക്കളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് പഠിച്ചറബേ, ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ തള്ളിക്കളയല്ലേ. നമ്മുടെ മുമ്പിൽ അവരെ പഠിച്ചവനെ നേരസരായി കൊണ്ട് നിൽക്കുന്നുണ്ടാകും.
നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാകും, നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാകും. പടച്ച റബ്ബേ, അവിടെ കൂട്ടുകെട്ടിലൂടെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കുകയാ. പടച്ചവനെ, കൂട്ടുകാരിലൂടെ കടന്നു പോയിട്ട് അവരുടെ ചിന്തയും അവിടെ മൈൻഡും അവിടെ എല്ലാ സ്വഭാവത്തിന്റെ മേഖലകളും ആകുവേ തകിടം മറിഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങ് വിശ്വസിച്ച് കളയല്ലേ, വിശ്വസിച്ച് കളയല്ലേ. അവരുടെ പേരിൽ അവർ എത്ര തന്നെ നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ഉമ്മ നമുക്കൊരു കണ്ണ് വേണേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഒരു തന്നെ പടച്ചവനെ, എന്റെ മകനെ പേടിച്ച് വീട്ടിനകത്ത് കടക്കാൻ കഴിയുന്നില്ല എന്ന് പബ്ലിക്കായിട്ട് പറയുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. അവന്റെ കയ്യിൽ നിന്നൊരു പൊതി കിട്ടി. പടച്ചവനെ, അതിനകത്ത് അത്ര കുപ്പിയുണ്ട്, ചുയിങ്കങ്ങളുണ്ട്. ആകവേ മയക്കുമരുന്ന് പോലെയുള്ള പടച്ച റബ്ബേ വിഷാംശങ്ങൾ തന്റെ ശരീരത്തിലേക്ക് മാരകമായ ലഹരികൾ പടച്ച റബ്ബേ അടിച്ചിട്ട് അതിന്റെ സ്മെല്ല് പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ടോ അല്ലാഹുവേ, ഈ പൊന്നുമോനെ തന്റെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുക്ക് സംശയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കരുതിയിട്ടുണ്ട്. പഠിച്ചവനെ അവിടെ സെൻട്രൽ ഫെസ്റ്റ് പോലെയുള്ള പഠിച്ചവനെ ചുയിങ്കങ്ങൾ കരുതിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നാട്ടിലൂടെ സംഭവങ്ങൾ നടക്കുന്നത്. നമ്മുടെ മക്കളുടെ അടുത്ത് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങളെ മക്കൾ ഏത് നിലയിലാണ് കടന്നു പോകുന്നതെന്ന് പറയാൻ പഠിച്ചവനെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ മക്കളെ കാരണത്താൽ ഇരു ലോകവും നഷ്ടപ്പെട്ടിട്ട് പടച്ച റബ്ബേ ഞങ്ങളെ കണ്ണീരൊലിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ്. ഞങ്ങൾക്കൊരാൾക്കും നീ തരല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, സ്വന്തം പടച്ച റബ്ബേ, 2017 എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളെ രാത്രി വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് വരുന്നില്ല. അല്ലാഹുവേ, പടച്ച റബ്ബേ, അന്വേഷിച്ചു നോക്കുന്നു. സ്വന്തം മോട്ടോയിൽ കടന്നു പോയ, സ്വന്തം മോട്ടോയിലോ സ്കൂളിലേക്ക് പോകുന്ന പടച്ച റബ്ബേ സഹപാഠിയാണ് തന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ പെണ്ണുമോളെ കളഞ്ഞിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ പൂഴ്ത്തിവെച്ച സംഭവം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, ചോദ്യം ചെയ്തപ്പോൾ പെണ്ണുമോനെ ചോദ്യം ചെയ്തപ്പോ അല്ലാഹുവേ, പോലീസുകാരോടാ പെണ്ണുമോനെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, കേരളം നിരത്തിയ വാർത്തയാണ്. ലോക സമൂഹം മുഴുവനും തലകുനിച്ചു പോയ വാർത്തയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, പഠിച്ചവനെ പാതിരാ സമയമായ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട വാപ്പയതാ എന്റെ ഉമ്മാനെയും കൂട്ടിക്കൊണ്ട് പടച്ച റബ്ബേ ബ്ലൂ ഫിലിമിന്റെ ഫോട്ടോകളുള്ള വീഡിയോസുകളുള്ള സീഡി കൊടുത്തിട്ട് എന്റെ ഉമ്മയും എന്റെ വാപ്പയും ഇരുന്നിട്ട് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, ഇത് എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കാണുന്നത് ഞാൻ ഇങ്ങനെ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അങ്ങനെയാണ് എന്റെ ജീവിതത്തിലോ ഇതിലേക്കുള്ളൊരു ചിന്ത കടന്നു വന്നതെന്ന് പടച്ച റബ്ബേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ടൊരു പൊന്നുമോനെ പറഞ്ഞ സംഭവം നമ്മളാരും മറന്നിട്ടില്ലല്ലോ, നമ്മളാരും മറന്നിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ.